Hello dears, welcome to the class. Today we are going to discuss about textbook activities. Okay, let's start our class. Activity 33. Look at the price list and answer the questions given below. ഒരു പ്രൈസ് ലിസ്റ്റ് നോക്കൂ. പെൻസിൽ 7 rupees, പെൻ 9 rupees, ഇറേസർ 4 rupees, ഷാർപ്നർ 8 rupees, സ്കെയിൽ 12 rupees. ഇതൊക്കെയാണ് സാധനങ്ങളുടെ വില. First question, how much is needed to buy one sharpener and a pencil? ഒരു ഷാർപ്നറും ഒരു പെൻസിലും വാങ്ങണമെങ്കിൽ എത്ര രൂപയാകും? പെൻസിലിന് 7 rupeesഉം അതുപോലെ ഷാർപ്നറിന് 8 rupeesഉമാണ്. 7 + 8 15 rupees ആണ് രണ്ടും വാങ്ങാനായിട്ടുള്ള എമൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുനിത പെയ്ഡ് 20 rupees and bought 2 things. What are the things she bought? 20 രൂപ കൊടുത്ത് സുനിത 2 സാധനങ്ങൾ വാങ്ങി. എന്തൊക്കെയായിരിക്കും അത്? സ്കെയിൽ ആൻഡ് ഷാർപ്നർ അല്ലേ? 12 rupees ആണ് സ്കെയിലിന്, 8 rupees ആണ് ഒരു ഷാർപ്നറിന്. 12 + 8 20 rupees. തേർഡ് ക്വസ്റ്റ്യൻ, റീഹ ബോട്ട് 3 different things for 20 rupees. വാട്ട് ആർ ദ തിങ്സ് ഷീ ബോട്ട്? 20 രൂപയ്ക്ക് റീഹ 3 സാധനങ്ങൾ വാങ്ങി. ഏതൊക്കെയായിരിക്കും ആ 3 സാധനങ്ങൾ? പെൻസിൽ 7 rupees, പെൻ 9 rupees ആൻഡ് ഇറേസർ 4 rupees. 7 + 9 16, 16 + 4 20. അപ്പോൾ ഇതായിരിക്കും 3 സാധനങ്ങൾ. ഫോർത്ത് ക്വസ്റ്റ്യൻ, സാജൻ ബോട്ട് 3 sharpeners. ഹൗ മച്ച് ഇറേസേഴ്സ് can be bought for the same amount? സാജൻ 3 ഷാർപ്നർ വാങ്ങി. അപ്പോൾ ആ വിലയ്ക്ക് എത്ര ഇറേസർ വാങ്ങാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. 3 ഷാർപ്നറാണ് വാങ്ങിയത് അല്ലേ? ഒരു ഷാർപ്നറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 8 rupees ആണ്. അപ്പോൾ 3 എണ്ണത്തിന് 8 + 8 16, 16 + 8 24. അപ്പോൾ 24 rupeesന് എത്ര ഇറേസർ വാങ്ങാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷാർപ്നറിന് 8 rupees ആണുള്ളത്. അതിൻ്റെ പകുതിയാണ് 4 rupees ഉള്ള ഇറേസറിന് അല്ലേ? അപ്പോൾ 8 rupeesന് 2 എണ്ണം വാങ്ങാം ഇറേസർ. അങ്ങനെയാണെങ്കിൽ 3 എണ്ണം വാങ്ങുന്നതിന് പകരം ഇറേസർ നമുക്ക് 6 എണ്ണം വാങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. മോർ ആൻഡ് ലെസ് കംപ്ലീറ്റ് ദ നമ്പർ പാറ്റേൺസ്. ഒരു നമ്പർ പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്. നോക്കൂ, 78, 80, 82. 78 കഴിഞ്ഞാൽ 70, 9, 80. 2 എണ്ണം ആഡ് ചെയ്താലാണ് നമുക്ക് 80 കിട്ടുക. 80 കഴിഞ്ഞാൽ 82 ആവണമെങ്കിലോ 81, 82 + 2 ആഡ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് എത്രയായിരിക്കും? 82 + 2 84, പിന്നെ 86. അടുത്തത് നോക്കൂ, 73, 75, 77. എത്രയാണ് ഇൻക്രീസ് ചെയ്തു പോകുന്നത്? 2 തന്നെയാണ് അല്ലേ? അപ്പോൾ അടുത്തത് 77 + 2 79, 79 + 2 81. നെക്സ്റ്റ് നോക്കൂ, 36, 40, 44. എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? 36 കഴിഞ്ഞാൽ 37, 38, 39, 40. 4 ആണ് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് 44 കഴിഞ്ഞാൽ 48, 52, 56, 60, 64, 68, 72. ഇതൊക്കെയാണ്. 80, 86, 92. ഇവ തമ്മിലുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 80 കഴിഞ്ഞ് 86 ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ? എത്രയാണ് ഇൻക്രീസ് ചെയ്തത്? അത് കണ്ടുപിടിക്കാൻ നമുക്ക് 86 - 80 ചെയ്ത് നോക്കിയാൽ മതി. എത്രയാണ് കിട്ടുന്നത്? 6 ആണ്. അല്ലെങ്കിൽ 81, 82, 83, 84, 85, 86. 6 ആണ് ഇൻക്രീസ് ചെയ്തത് അല്ലേ? അടുത്തത് 92 ആണ്. അത് കഴിഞ്ഞ് വരുന്നത് എത്രയായിരിക്കും? 92 + 6 98, 98 + 6 104 + 6 110. നെക്സ്റ്റ് 60, 63, 65, 68, 70, 73. ലാർജ് സർക്കിളിൽ നിന്ന് സ്മോൾ സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്
3 ആണ് അല്ലേ? 60 കഴിഞ്ഞാൽ 63. അതുപോലെ തന്നെ 65 കഴിഞ്ഞാൽ 68 ആണ് വരുന്നത്. 70 കഴിഞ്ഞാൽ 73. അപ്പോൾ +3 ആണ്. ഇനി താഴേക്കുള്ളത് നോക്കൂ. 63 കഴിഞ്ഞാൽ 2 ആഡ് ചെയ്താലാണ് 65 കിട്ടിയത്. അതുപോലെ തന്നെ 68 കഴിഞ്ഞാൽ 70. അപ്പോൾ 73 കഴിഞ്ഞാൽ നെക്സ്റ്റ് എത്രയായിരിക്കും? 75 ആയിരിക്കും അല്ലേ? ഇതല്ലെങ്കിൽ വേറൊരു വഴി എന്ന് പറയുന്നത് സ്മോൾ സർക്കിൾസ് മാത്രം നോക്കൂ. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ആണ്. 63 കഴിഞ്ഞാൽ പിന്നെ 68 വരാൻ 5. അതിനോട് 5 ആഡ് ചെയ്താലാണ് നമുക്ക് 73 കിട്ടുന്നത്. 73 + 5 78. 78 + 5 83 എന്ന് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ താഴെ നോക്കൂ. ലാർജ് സർക്കിൾസ് 60 65 70 75 80 85 ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. രണ്ടും ഒരുമിച്ച് തന്നതുകൊണ്ടാണ് 2 രീതിയിൽ ചെയ്യാൻ കാണിച്ചു തന്നത്. ആഡ് ദ നമ്പേഴ്സ് ഇൻ ദ സർക്കിൾസ് ആൻഡ് റൈറ്റ് ദ സം ഇൻ ദ ബോക്സ്. സർക്കിൾസിലെ നമ്പർ ആഡ് ചെയ്ത് ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഡൗൺ താഴേക്കും ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? 12 + 26, 47 + 38, 50 + 19 അങ്ങനെയും ചെയ്യാം. അതുകൂടാതെ ഡൗൺ താഴേക്ക് നോക്കൂ. 12 + 47, 47 + 50, 26 + 38, 38 + 19 ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ടെൻസും വൺസും ആക്കാം. 12 10 + 2, 26 20 + 6, 10 + 20 30, 30 + 6 36 + 2 38 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ആദ്യത്തേത് കഴിഞ്ഞു. ഇനി 47 + 38 ആണ് കണ്ടുപിടിക്കേണ്ടത്. 47 40 + 7, അതുപോലെ 38 30 + 8, 40 + 30 70, 70 + 8 78 + 7 85 എന്ന് ആൻസർ കിട്ടി. ഇനി 50 + 19 ആണ് ആഡ് ചെയ്യേണ്ടത്. 50 എന്ന് എഴുതി, വൺസ് ഇല്ല അല്ലേ? അതുപോലെ 19 10 + 9 ആഡ് ചെയ്തപ്പോൾ 50 + 10 60 + 9 69 എന്ന് ആൻസർ ലഭിച്ചു. ഇനി ഡൗൺ നോക്കാം. താഴേക്കുള്ളത് 12 + 47 ആണ്. പക്ഷേ നമ്മൾ ഓൾറെഡി ടെൻസും വൺസും ഒക്കെ ആക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് അഡീഷൻ ചെയ്യാൻ എളുപ്പമാണ്. 10 + 2 40 + 7, 10 + 40 50, 50 + 7 57 + 2 59. അടുത്തത് 47 + 50 ആണ്. 97 ആണ്. ഇനി നെക്സ്റ്റ് നോക്കൂ. 26 + 38, 20 + 30 50, 50 + 8 58 + 6 64 ആണ്. നെക്സ്റ്റ് 38 + 19 എത്രയാണ് വരുന്നത്? 30 + 8 10 + 9. അത് ആഡ് ചെയ്യുമ്പോൾ 30 + 10 40, 40 + 9 49 + 8 57. Write numbers in order inside the circles. സർക്കിളിനുള്ളിലുള്ള നമ്പേഴ്സ് ഓർഡറിൽ എഴുതണം. 8 16 24. അപ്പോൾ ഒരു പാറ്റേൺ ആണ് അല്ലേ? 8 കഴിഞ്ഞാൽ 16 ആണ് വരുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കാണണം. ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്യണം? എപ്പോഴും സബ്ട്രാക്ഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? സം കാണാൻ അഡീഷൻ ചെയ്യണം. ഡിഫറൻസ് അറിയാനായിട്ട് 16 - 8 എത്രയാണ് വരുന്നത്? 8 ആണ് ഡിഫറൻസ് വരുന്നത്. നെക്സ്റ്റ് 24 ആണ്. അത് തമ്മിലുള്ള ഡിഫറൻസും 8 ആണ്. അപ്പോൾ അടുത്തത് 8 തന്നെ ആഡ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് 32 40 48 56 64 എന്നെല്ലാം കിട്ടും. നമ്പർ പെയേഴ്സ് ഫ്രം 20 21 22 23 24 25 26 27 28 29 30. Find pairs of numbers with sum 50 and write them in the circles. 20 മുതൽ 30 വരെയുള്ള നമ്പേഴ്സ് ഉപയോഗിച്ച് പെയർ ചെയ്തെന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകൾ തമ്മിൽ സം ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 50 ആയിരിക്കണം.
അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് 50 ലഭിക്കുമെന്ന് നോക്കാം. 20 + 30, 21 + 29, 22 + 28, 23 + 27, 24 + 26, 25 + 25. ഇതൊക്കെ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 50 എന്ന ആൻസർ ലഭിച്ചത്. റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 50 ആസ് പെയേഴ്സ് വിത്ത് ദ സം 50. 1 മുതൽ 50 വരെയുള്ള നമ്പേഴ്സ് എടുത്ത് നമുക്ക് അത് ആഡ് ചെയ്യുമ്പോൾ 50 എന്ന ആൻസർ കിട്ടണം. വാട്ട് നമ്പേഴ്സ് ഈസ് ലെഫ്റ്റ്? ഏത് നമ്പറാണ് ബാക്കിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ നമ്പേഴ്സും എടുത്ത് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ആയ നമ്പറും ഏറ്റവും ലാർജസ്റ്റ് ആയ നമ്പറും തമ്മിലാണ് ആഡ് ചെയ്തത്. ഏതൊക്കെയാണ്? 49 + 1. അപ്പോൾ 50 കിട്ടി അല്ലേ? ഞാൻ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ സംഖ്യ ലാർജും പിന്നെ സ്മോളും ആണ്. അടുത്തത് നോക്കൂ, 49 കഴിഞ്ഞാൽ 48 ആണ് അല്ലേ? അപ്പോൾ കുറഞ്ഞാണ് ആദ്യത്തെ നമ്പർ വരുന്നത്. രണ്ടാമത്തെ നമ്പർ കൂടിയാണ് വരേണ്ടത്. അപ്പോൾ ആദ്യം 49 എടുത്തപ്പോൾ +1 ആണ് കൂടെ ഉണ്ടായിരുന്നത് അല്ലേ? നെക്സ്റ്റ് നോക്കൂ, 49നേക്കാൾ കുറഞ്ഞു 48 എടുത്തു. അപ്പോൾ രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് 1നേക്കാൾ കൂടുതലുള്ള 2 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും വന്നിരിക്കുന്നത്. 49 + 1, 48, 2, 47, 3, 46, 4, 45, 5, 44, 6, 43, 7, 42, 8, 41, 9, 40, 10, 39, 11, 38, 12, 37, 13, 36, 14, 35, 15, 34, 16, 33, 17, 32, 18, 31, 19, 30, 20, 29, 21, 28, 22, 27, 23, 26, 24. അപ്പോൾ നമ്മൾ ആദ്യം 49ൽ തുടങ്ങി 26ലാണ് ലാസ്റ്റ് നമ്പർ വന്നത് അല്ലേ? അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്പർ നോക്കൂ, 1ൽ തുടങ്ങി 24ലാണ് അവസാനിച്ചത്. അപ്പോൾ 26ഉം 24ഉം വരെ വന്നു. പക്ഷേ അതിൽ വരാത്ത ഒരു നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 25 ആണ്. അപ്പോൾ ലെഫ്റ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. കണക്ട് ഈച്ച് നമ്പർ ടു ഡബിൾ ദ നമ്പർ. ഒരു നമ്പർ തന്നിരിക്കുന്നു, അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള നമ്പറിനെ കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ നോക്കൂ, 18, 36. എങ്ങനെയാണ്? 18 + 18 ആണ് 36. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തു നോക്കണം. 27, 54, 36, 72, 47, 94, 40, 80 ഇങ്ങനെയൊക്കെയാണ് വന്നത്. അത് ആഡ് ചെയ്തിരിക്കുന്നത് നോക്കൂ, 18ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 10 + 8, 10 + 8. 27 അതിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 27 + 27 ആണ് അല്ലേ? നമ്മളത് 10സും 1സും ആക്കിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 54 എന്ന് കിട്ടി. ഇനി 36നെ ഡബിൾ ആക്കുമ്പോൾ 36 + 36. 47 + 47 = 94. 40 + 40 ആൻസർ വരുന്നത് 80. വിച്ച് ഈസ് റൈറ്റ്, വിച്ച് ഈസ് റോങ്? ഏതാണ് ശരി, ഏതാണ് തെറ്റ്? മാർക്ക് ദ കറക്റ്റ് വൺ വിത്ത് എ ടിക്ക് ആൻഡ് റോങ് വൺസ് വിത്ത് എ ക്രോസ്. കറക്റ്റ് ദ റോങ് വൺസ്. ഏതാണ് ശരി അതിന് ടിക്ക് മാർക്കും തെറ്റുള്ളതിന് ക്രോസ് മാർക്കും ഇടണം. അതുപോലെ തന്നെ തെറ്റായിട്ടുള്ളത് നമ്മളോട് ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് 25, 30, 35, 40, 50, 55. അപ്പോൾ 25 കഴിഞ്ഞാൽ 30 വന്നത് 5 ആഡ് ചെയ്തപ്പോഴാണ് അല്ലേ? അപ്പോൾ നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് 5 ആഡ് ചെയ്ത് വരുമ്പോൾ 35 ആണ്. പിന്നെ 40 വന്നു. പിന്നെ വരേണ്ടത് എത്രയാണ്? 40 + 5 45 ആണ്. പക്ഷേ 50 ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് റോങ് ആണ്. ഇനി അടുത്തത് നോക്കൂ, 12, 20, 28, 36, 44, 52. അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 12 + 8 20. 20 + 8
28. 28 plus 8, 36. 36 plus 8, 44. 44 plus 8, 52. അപ്പോൾ തന്നിരിക്കുന്ന രണ്ടാമത്തെ പാറ്റേൺ കറക്റ്റാണ്. നെക്സ്റ്റ് 9, 19, 29, 39, 49, 59 എല്ലാം 10 ഡിഫറൻസ് ആണ്. അപ്പോൾ അത് കറക്റ്റാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 32, 44, 56, 60, 74, 84. അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 ആണ് അല്ലേ? 32 പ്ലസ് 12, 44. അപ്പോൾ 44 പ്ലസ് 12 എത്രയാണ് വരേണ്ടത്? 56. അത് കഴിഞ്ഞ് 12 കൂട്ടിയാൽ 68, 80, 92 ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുള്ള ആൻസറാണിത്. ഇനി ലാസ്റ്റ് നോക്കൂ. 57, 62, 67, 72, 77, 82 എല്ലാം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ അത് കറക്റ്റാണ്. മാർക്ക് ദ കറക്റ്റ് കാൽക്കുലേഷൻസ് വിത്ത് എ ടിക്ക് ആൻഡ് റോങ് കാൽക്കുലേഷൻസ് വിത്ത് എ റോങ്. അപ്പോൾ ശരിയായതിന് ടിക്ക് ഇടണം, അതുപോലെ തന്നെ തെറ്റായതിന് ക്രോസ് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. 48 പ്ലസ് 32 എത്രയാണ്? നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 40 പ്ലസ് 30 അത് കറക്റ്റാണ്. അതുപോലെ തന്നെ 8 പ്ലസ് 2 കൂട്ടിയപ്പോൾ 10 എന്ന് കിട്ടി. അപ്പോൾ 40 പ്ലസ് 30 പ്ലസ് 10, 80 കറക്റ്റാണ് അല്ലേ? നെക്സ്റ്റ് നോക്കൂ. 57 പ്ലസ് 68. ടെൻസും വൺസും ആക്കുമ്പോൾ 50 പ്ലസ് 7, 60 പ്ലസ് 8 എന്നാണ് വരേണ്ടത്. പക്ഷേ നമുക്ക് 50 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു റോങ് ആൻസറാണ്. 36 പ്ലസ് 64. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ടെൻസും വൺസും ആക്കുമ്പോൾ 36, 30 പ്ലസ് 6 എന്നതിനു പകരം 36 പ്ലസ് 6 എന്നാണ് തന്നിരിക്കുന്നത്. കണ്ടില്ലേ? അതുപോലെ തന്നെ 60 പ്ലസ് 4 കറക്റ്റാണ്. പക്ഷേ 30 പ്ലസ് 6 എന്നതിനു പകരം 36 പ്ലസ് 6 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതും റോങ് ആൻസറാണ്. മൂന്നാമത്തേതും റോങ് ആൻസറാണ്. അടുത്തത് നോക്കാം. 19 പ്ലസ് 79 എത്രയാണ്? സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 70 പ്ലസ് 9, 79. പക്ഷേ അതിന് പകരം ആ 9ൽ നിന്ന് ഒന്നെടുത്ത് 19നെ 20 എന്നാക്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റാണ് അല്ലേ? 20 പ്ലസ് 70, 90 പ്ലസ് 8, 98. ആൻസർ കറക്റ്റാണ്. അപ്പോൾ അതൊരു കറക്റ്റ് ആൻസറാണ്. അപ്പോൾ നമുക്ക് തെറ്റായതൊന്ന് ശരിയാക്കാം. രണ്ടാമത്തേതാണ് തെറ്റിയത് അല്ലേ? എത്രയാണ്? 50 പ്ലസ് 7ഉം 60 പ്ലസ് 8ഉം ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 50 എന്നുള്ളിടത്ത് 60 എന്ന് എഴുതി. ഇനി ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. 50 പ്ലസ് 60, 110 പ്ലസ് 7, 117 പ്ലസ് 8, 125. നെക്സ്റ്റ് നോക്കൂ. 30 പ്ലസ് 6 എന്നതിന് നേരത്തെ എത്രയാണ് എഴുതിയിരുന്നത്? 36 പ്ലസ് 6 എന്നാണ് എഴുതിയിരുന്നത് അല്ലേ? അത് നമ്മൾ കറക്റ്റ് ചെയ്തു. അപ്പോൾ 30 പ്ലസ് 60, 90, 90 പ്ലസ് 6, 96 പ്ലസ് 4, 100. അതിന് ആൻസർ നേരത്തെ റോങ് ആയിട്ടാണ് തന്നിരുന്നത് അല്ലേ? അപ്പോൾ അത് കറക്റ്റ് ചെയ്തു. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് തെറ്റായിട്ടുണ്ടായിരുന്നത്. ഫൈൻഡ് ദ ആൻസേഴ്സ് ആൻഡ് കളർ അക്കോർഡിംഗ് ടു ദ ആൻസർ. ഓരോന്നിൻ്റെയും ആൻസർ കണ്ടുപിടിച്ച് അതിന് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ 39 ആണെങ്കിൽ യെല്ലോ കളർ, 38ഉം 49ഉം ആണെങ്കിൽ റെഡ് കളർ, 79 ആൻഡ് 75 ആണെങ്കിൽ ഗ്രീൻ കളറാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ റൈറ്റ് ദ ആൻസേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ഈ തന്നിരിക്കുന്ന ആൻസേഴ്സിനെ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ടെൻസും വൺസും ആക്കി ആഡ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ആൻസർ ലഭിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? 15 പ്ലസ് 23 എത്രയാണ്? 38. അതുപോലെ തന്നെ 36ഉം 43ഉം 79. പിന്നെ 18ഉം 21ഉം 39. 50 പ്ലസ് 25 75. 28 പ്ലസ് 21 49. ഇതൊക്കെയാണ് ആൻസർ.
അപ്പോൾ നമ്മളോട് 39 കിട്ടുകയാണെങ്കിൽ യെല്ലോ കളറ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്? 18 + 21 ആഡ് ചെയ്തപ്പോഴാണ് 39 കിട്ടിയത്. പിന്നെ 38നും 49നും റെഡാണ് അല്ലേ? 15 + 23 38. 28 + 21 49. 79നും 75നും ഗ്രീൻ കളറാണ് അല്ലേ? 36 + 43 ആണ് 79. 50 + 25 ആണ് 75. കിട്ടിയ ആൻസേഴ്സിന് നമ്മൾ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ് എഴുതുകയാണെങ്കിൽ 38, 39, 49, 75, 79. Let's color the stars. Color the stars. Same color for equal sums. ഒരേ ആൻസർ ആണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്റ്റാർസിന് ഒരേ കളർ കൊടുക്കണം. അപ്പോൾ ഓരോ സ്റ്റാർസും ഒന്ന് കൂട്ടി നോക്കാം. 49 + 49 98 ആണ് ആൻസർ. അതുപോലെ തന്നെ 53 + 45 ആഡ് ചെയ്ത് നോക്കിയപ്പോൾ 98 ആണ് ആൻസർ ലഭിച്ചത്. അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റാർസിനും ഒരു കളർ കൊടുക്കാം. നെക്സ്റ്റ് 42 + 44 86 ആണ് ആൻസർ കിട്ടിയത്. അതുപോലെ തന്നെ 38 + 48 86 ആണ് അതും ആൻസർ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതിന് ഗ്രീൻ കളർ കൊടുക്കാം സ്റ്റാർസിന്. നെക്സ്റ്റ് 30 + 34 64. 28 + 36 64 റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി 30 + 40 70. 38 + 32 70. അപ്പോൾ രണ്ടിനും വയലറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സ്റ്റാർസിന് കൊടുക്കാം. ഡബിൾ ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ഈച്ച് സെറ്റ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ മിഡിൽ. തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏതാണ് ലാർജസ്റ്റ് നമ്പർ എന്ന് നോക്കണം. എന്നിട്ട് ആ ലാർജസ്റ്റ് നമ്പറിൻ്റെ ഡബിൾ ആണ് സെൻറ്ററിൽ എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ലാർജസ്റ്റ് നമ്പർ നോക്കുക? 2 ഡിജിറ്റ് നമ്പറാണ് അല്ലേ? അപ്പോൾ സെയിം നമ്പർ ആണെങ്കിൽ നമുക്ക് വൺസ് പ്ലേസ് നോക്കി കണ്ടുപിടിക്കാം. ഇത് സെയിം നമ്പർ അല്ല. അപ്പോൾ നമുക്ക് ടെൻസ് പ്ലേസ് നോക്കാം. ഏത് നമ്പറാണ് കൂടുതലുള്ളത് എന്ന് നോക്കാം. അപ്പോൾ 3 ടെൻസ് ഉണ്ട്, 4 ടെൻസ്, 5 ടെൻസ്, അതുപോലെ തന്നെ 6, 7, 8 ടെൻസ് വരെ ഉള്ളത്. അപ്പോൾ അതിൽ ലാർജ് എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? 8 ടെൻസ് 80, 82 ആണ്. ഇനി 82ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 82 + 82 = 164. ഇനി ബാക്കിയുള്ളതും അതുപോലെ തന്നെ നോക്കാം. ഗ്രീൻ നോക്കൂ. 22, 32, 45, 54, 19. അതിൽ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 54 ആണ് അല്ലേ? അപ്പോൾ 54ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 54 + 54 എത്രയാണ് ആൻസർ? 108. ഇനി വയലറ്റ് നോക്കൂ. 90, 92, 96, 99, 97 സെയിം ആണ് അല്ലേ? ടെൻസ് പ്ലേസിലുള്ളത് മുഴുവൻ സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വൺസ് പ്ലേസിലുള്ള നമ്പേഴ്സിൽ ഏതാണ് വലുത് എന്ന് നോക്കാം. അപ്പോൾ 0 ഉണ്ട്, 2, 6, 9, 7. അപ്പോൾ ഏതാണ്? 99 ആണ് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 99 + 99 എത്രയാണ്? 198. നെക്സ്റ്റ് 85, 76, 33, 44, 52. അത് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? ടെൻസ് പ്ലേസിൽ ഏറ്റവും വലുത് 7 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ, 8 ആണോ? 8 വരുന്നതാണ് അല്ലേ? അപ്പോൾ 85. 85 + 85 എത്രയാണ്? 170. When added, add 5 to the numbers in the circles and write them in the boxes. ഓരോ സർക്കിളിലും ഓരോ നമ്പർ തന്നിട്ടുണ്ട്. അത് 5 ആഡ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ നമ്പറാണുള്ളത്? 85, 35, 65, 45, 55, 75, 5, 15, 95, 25. അപ്പോൾ 5 ആഡ് ചെയ്ത് നോക്കാം. 85 + 5 90, 35 + 5 40, 65 + 5 70, 45 + 5 50, 55 + 5 60, 75 + 5 80, 5 + 5 10, 15 + 5 20, 95 + 5 100, 25 + 5 30. ഇതൊക്കെയാണ് ആൻസറായിട്ട് വന്നിരിക്കുന്നത്.
വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ നമ്പേഴ്സ് യു ഗോട്ട് റൈറ്റ് ഇറ്റ്. നിങ്ങൾക്ക് കിട്ടിയ ആ ആൻസേഴ്സിൽ എന്ത് സ്പെഷ്യാലിറ്റിയാണ് ഉള്ളത്? എന്ത് സ്പെഷ്യാലിറ്റിയാണ്? ഓൾ ആർ ടെൻസ്. എല്ലാം പത്തുകളാണ് അല്ലേ? 10, 20, 30, 40, 50, 60, 70, 80, 90, 100. Okay dears, complete your textbook activities and study well. See you in next class. Thank you.